ഹായ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, ചെട്ടികുളങ്ങരയിലെ കുത്തിവട്ടം കാണാൻ പോയതാണ്. അപ്പോൾ ആ കുത്തിവട്ടം കഴിഞ്ഞ ശേഷം കുംഭഭരണി നാളെ രാവിലെ അവർ ചെട്ടികുളങ്ങര അമ്പലത്തിലേക്ക് ജാഥയായിട്ട് പോവുകയാണ്. അപ്പം കുത്തിവട്ടത്തിനുള്ള കുട്ടികളുണ്ട്, പിന്നെ താലപ്പൊലി എടുക്കുന്ന ആൾക്കാരുണ്ട്, ചെണ്ടയുണ്ട്, എല്ലാം അകമ്പടിയോടും കൂടി കുത്തിവട്ടത്തിലുള്ള കുട്ടികളെയും കൊണ്ട്, മെയിനായിട്ട് 2 കൊച്ചു കുട്ടികളെയാണ് കുത്തിവട്ടത്തിന് കൊണ്ടുപോകുന്നത്. പിന്നെ ബാക്കി കുട്ടികളുമുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും കൂടെ താലപ്പൊലിയൊക്കെ സ്വീകരിച്ച് അമ്പലത്തിലോട്ട് നടന്നു പോവുകയാണ്. വെളുപ്പിന് 4 മണിക്കുള്ള പ്രിപ്പറേഷനാണ് പോകാൻ വേണ്ടി. പിന്നെ അത്രയും ദിവസം ദേവി അവിടെ പൂജിച്ചുകൊണ്ടിരുന്ന ദേവിയെ രഥത്തിലാണ് കൊണ്ടുപോകുന്നത്. അത് നമുക്ക് പുറകെ കാണാൻ പറ്റും. അപ്പോൾ ആ പോകുന്ന പ്രൊസഷൻ എൻ്റെ റിലേറ്റീവ് എനിക്ക് അയച്ചു തന്നാണ്. അപ്പം ഞാൻ മറ്റേതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് ഇതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്താണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ അന്ന് ചെട്ടികുളങ്ങര അമ്പലത്തിൽ പോവുകയാണെങ്കിൽ ഇതുപോലെ എല്ലാ കുത്തിവട്ടം നടത്തുന്ന ആൾക്കാരുടെ കുത്തിവട്ട ഗ്രൂപ്പിൽ നമുക്ക് കാണാൻ പറ്റും. രാവിലെ കുംഭഭരണി നാളെ രാവിലെയാണ് കുത്തിവട്ടം. വൈകിട്ട് അവിടെ രഥം എഴുന്നള്ളിപ്പാണ്. വൈകിട്ട് പോയാൽ നമുക്കവിടെ തേര് കാണാം, തേരെഴുന്നള്ളിപ്പ്. നല്ല റഷാണ്. അതിൻ്റെ അടുത്തോട്ടൊന്നും വണ്ടി വിടില്ല. അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് കാണാനും ഇതാണ് എൻ്റെ നമുക്ക് വീഡിയോ കാണാം. ഞാനൊരിക്കൽ കുത്തിവട്ടം കാണാൻ അമ്പലത്തിൽ പോയിരുന്നു. പക്ഷേ അമ്പലത്തിൽ വെച്ച് അവരെ കുത്തിവട്ടത്തിൻ്റെ വീഡിയോ നമ്മളെ എടുക്കാൻ സമ്മതിക്കില്ല. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അവർ. അതുകൊണ്ടായിരിക്കും അവിടെ വീഡിയോ എടുക്കുന്നത് പ്രൊഹിബിറ്റഡ്. ഈ കുത്തിവട്ടം നടക്കുന്ന വീട് ശരിക്കും കുറച്ച് ദൂരെയാണ്. കായംകുളം കാക്കനാട് എന്ന സ്ഥലത്താണ്. പക്ഷെ എല്ലാവരും നടന്നാണ് അമ്പലത്തിൽ വരെ പോകേണ്ടത്. പാഞ്ചാലിയുമാണ്. മറ്റത്തേക്ക് കരയോഗമണി